പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. തമ്മിലടിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കി മാറ്റിയിരിക്കുന്നു. ഗ്രൂപ്പിൽ സന്ദേശം അയക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർക്കി അനുയായികൾ തമ്മിലുള്ള ഒരു പരസ്യ പോര് ഈ ഗ്രൂപ്പിൽ രൂക്ഷമായി. അബിൻ വർക്കി ബാഹുബലിയിലെ കട്ടപ്പ എന്നൊക്കെ നിലയിലുള്ള പരിഹാസ പോസ്റ്റുകളൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെയാണ് പിന്നീട് അത് അഡ്മിൻ ഓൺലി എന്ന നിലയിലേക്ക് മാറ്റിയത്. അമൽ തേനപ്പറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, ഇരുവരുമൊക്കെ മത്സരിച്ചതാണ്. അതൊക്കെ പാർട്ടിയിലെ ആഭ്യന്തര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടമുണ്ടാകുമ്പോൾ മറ്റ് നേതാക്കൾക്ക് മേൽ ചെളിവാരി എറിയാനും അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനും ഒക്കെ ആയുധങ്ങളാക്കി ഈ ഗ്രൂപ്പ് വക്താക്കൾ മാറ്റുകയാണോ? രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം അവസാനിച്ചു. ഇപ്പോഴത്തെ ഈ പുതിയ തർക്കത്തിൻ്റെ കാരണം, ഈ ഗ്രൂപ്പിലെ തർക്കത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഉള്ള പുതിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആരാകും എന്നുള്ള ചോദ്യത്തെ ചൊല്ലിയാണ്. അതായത് രാഹുലിന് പിന്നാലെ അബിൻ സംസ്ഥാന അധ്യക്ഷനാകുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നു. മറ്റു പേരുകൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി സംഘടനയിൽ കഴിഞ്ഞ തവണ മത്സരത്തിലൂടെ വന്ന് രണ്ടാം സ്ഥാനത്തെത്തിയ 53,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും രാഹുലും അബിനും തമ്മിലുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് നേടി വൈസ് പ്രസിഡന്റായ ആൾ അബിനാണ്. അപ്പോൾ സ്വാഭാവികമായും അബിനെ പ്രസിഡന്റ് ആക്കണം എന്നുള്ളൊരു ആവശ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഭിജിത്തിന്റെ അടക്കം മറ്റു പേരുകളും ചർച്ച ചെയ്യുന്നു. ബിനു ചുള്ളിലിന്റെ അടക്കമുള്ള പേരുകളും സജീവ ചർച്ചയായി നിൽക്കുന്നുണ്ട്. അബിന്റെ വരവിന് തടയിടാൻ വേണ്ടിയുള്ള ഒരു നീക്കം എന്നുള്ള നിലയിലാണ് ഐ ഗ്രൂപ്പ് ഈ ഒരു ചാറ്റിനെയും അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിലെ ഒരു നീക്കത്തെയും കാണുന്നത്. രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ അബിൻ വർക്കിയെ ബാഹുബലിയിലെ കട്ടപ്പയായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഒരു ചിത്രമിട്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ നിരന്തരമായുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. ആ കമൻറ്റുകളിൽ പറയുന്നത് പിന്നിൽ നിന്ന് കുത്തിയ ഒരാൾ വീണ്ടും നേതൃത്വത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ള തരത്തിലാണ് ആ കമൻറ്റ് ഈ പറയുന്ന താഴേക്കുള്ള ബാക്കിയുള്ള ചാറ്റുകൾ പറയുന്നത്. അതെല്ലാം സംസ്ഥാന സെക്രട്ടറിമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും എല്ലാമാണ് ആ ഗ്രൂപ്പിലുള്ളത്. ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നു. അബിൻ വർക്കി പറയുന്ന ഈ രാഹുലിനെതിരെയുള്ള നീക്കത്തിന് കുട പിടിച്ചു എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഇന്നലെ സ്നേഹയുടേതായ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്നേഹയുടെ ഓഡിയോ. അത് ഈ രാഹുൽ ഈ വിഷയത്തിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഓഡിയോയായിരുന്നു. അപ്പോൾ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് സ്നേഹയും അതോടൊപ്പം തന്നെ അബിനും. അപ്പോൾ അബിൻ സമ്മർദ്ദം ചൊലുത്തി സ്നേഹയെ കൊണ്ട് അത്തരം ഒരു ഓഡിയോ ചെയ്യിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള വിമർശനം എ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ചും രാഹുലിനൊപ്പം നിൽക്കുന്ന ആളുകളുടെ, എ ഗ്രൂപ്പ് എന്നല്ല രാഹുലിനൊപ്പം നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ സ്നേഹ അത് സ്വന്തം നിലയിലോട്ടോ ഓഡിയോ എന്നുള്ളൊരു വിശദീകരണമാണ് നൽകുന്നത്. അതിന് പിന്നിൽ അഭിനേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചൊലുത്തി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭ്യമാകുന്നില്ല. നിലവിൽ എന്തായാലും പരസ്യ പോരിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലെ നേതാക്കൾ പോവുകയാണ്. അങ്ങനെ തമ്മിലടി രൂക്ഷമായ ഘട്ടത്തിൽ ഇപ്പോൾ പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നു. ആ ഗ്രൂപ്പ് അഡ്മിൻ ഉള്ളിയാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടാൻ കഴിയില്ല. അഡ്മിൻ ഇടുന്ന പോസ്റ്റുകൾ വായിക്കാൻ മാത്രമുള്ള അവകാശമാണ് ഗ്രൂപ്പിലുള്ള യൂത്ത് കോൺഗ്രസിനെതിരായ ആരോപണങ്ങൾ തന്നെ യൂത്ത് കോൺഗ്രസിനെയും തന്നെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന സമയമാണ്. അതിനിടയിൽ ഇമാതിരി തമ്മിൽ തല്ലുകൂടി ആയിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ പാർട്ടി കൈകാര്യം ചെയ്യും? യൂത്ത് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി ചെറുതല്ല. സമരമുഖത്ത് നിൽക്കേണ്ട ഒരു സംവിധാനം തിരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുമ്പോൾ പറഞ്ഞ അമലും കേട്ടാണല്ലോ, പ്രവർത്തകർ എന്നെ ന്യായീകരിച്ചോ, എൻ്റെ ഭാഗം അതിനുവേണ്ടി സമയം കളയരുത്, സർക്കാരിനെതിരായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന്. ഇതിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സമയം കളയുന്നതെന്ന് വ്യക്തമായി അല്ലേ? രാഹുലിൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ എന്ന് പറയുന്നവർ തന്നെയാണ് ഇപ്പോൾ രാഹുലിനെ ന്യായീകരിച്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പിലെങ്കിലും സമയം കളയുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം രാഹുൽ ഇന്നലെ പറഞ്ഞത് അവർ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. രാഹുലിൻ്റെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ചാറ്റുകളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ പറഞ്ഞു വെക്കുന്നത് രാഹുലിൻ്റെ രക്തത്തിനായി കുതിച്ച് ആളുകളെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ്. അതോടൊപ്പം തന്നെ ഈ ചതിയാണ് മുഖ്യ ആയുധം എന്നുള്ള തരത്തിൽ അഭിനയ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ എതിരെ നിൽക്കുക എന്ന് പറയുമ്പോൾ രാഹുലുമായി മത്സരം കാഴ്ചവെച്ച ആളുകളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ വരുന്നു, ചാറ്റുകൾ വരുന്നു, അവരുടെ അഭിപ്രായങ്ങൾ വരുന്നു. ഇതിപ്പോൾ പുറത്തേക്ക് വരുന്നത് തന്നെ, ഈ ചാറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാകും എന്നുള്ള ഒരു ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകൾ മാധ്യമങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആഭ്യന്തര പ്രശ്നം എത്രത്തോളം രൂക്ഷമായിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം ഊഹിക്കാമല്ലോ. എന്തായാലും അതിലെ ചർച്ചകൾ ഇങ്ങനെ തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഒളിയാക്കിയ സ്ഥിതിക്ക് ഇത് പരസ്യ പ്രതികരണമായി പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഫേസ്ബുക്കിലേക്ക് ഇനിയിപ്പോൾ പോസ്റ്റ് ഇട്ട് തുടങ്ങാൻ
തുടങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വിഭാഗം നേതാക്കളുണ്ട്. അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മറ്റു ചിലർ ചേർന്ന് ചതിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ചതിച്ചവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യവും അവർ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നു. പുനഃസംഘടന തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആരാകും പ്രസിഡന്റ് എന്നുള്ള ചോദ്യത്തിൽ അബിൻ വർക്കിക്കെതിരെയുള്ള ഒരു നീക്കമായി ഐ ഗ്രൂപ്പ് ഇതിനെ കാണുന്നു. എന്തായാലും ഇനിയും ഈ ചർച്ച ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് കരുതാനാവില്ല. ഇത് തുടർന്നു പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. സ്നേഹ അടക്കമുള്ള ആളുകൾ ഈ ഗ്രൂപ്പിൽ യൂത്ത് കോൺഗ്രസിൽ ആര് അടുത്ത തവണ അധ്യക്ഷനായി വരും എന്ന കാര്യം ചർച്ച നടക്കുന്നു. അതിനിടയിലാണ് ഈ പിന്നിൽ നിന്ന് കുത്ത് തുടങ്ങിയ പരിഹാസരൂപേണ നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള തമ്മിലടി നടക്കുന്നത്. അവസാനം ഒരു ഗ്രൂപ്പിന്, ഒരു പാർട്ടിയുടെ ചുമതലയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിന് അഡ്മിൻ ഉള്ളി ആക്കേണ്ടി വരുന്നു എന്നത് അത് എത്ര ആരോഗ്യകരമായ നിലയിലാണ് അതിൻ്റെ മുന്നോട്ട് പോക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അമൽ തേനപ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.